നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് പുതിയൊരു ദശകം നോക്കാം. 42ാമത്തെ ദശകമായ ശകടാസുരവധം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, ഉണ്ണിക്കണ്ണനെ വധിക്കാനായി വന്ന പൂതന ഉണ്ണിക്കണ്ണൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട് മോക്ഷം പ്രാപിച്ചു. അടുത്തതായി ഉണ്ണിക്കണ്ണനെ കൊല്ലാനായി വന്ന ശകടാസുരനെ വധിക്കുന്നതാണ് ഈ ദശകം. ഈ അസുരൻ വലിയൊരു വണ്ടിയുടെ രൂപത്തിലാണ് വന്നത്. അതാണ് ശകടാസുരൻ. അന്നൊരു ദിവസം കൃഷ്ണൻ്റെ ജന്മദിനമായിരുന്നു. അതിഥികളായി ബന്ധുക്കളെയും ഗൃഹസ്ഥകളെയും ബ്രാഹ്മണരെയും ക്ഷണിച്ചു വരുത്തിയ യശോദ കുറച്ച് തിരക്കിലായിരുന്നു. ഉണ്ണിക്കണ്ണനെ കണ്ണെത്തുന്ന ദൂരത്തിൽ തന്നെ അടുക്കൽ കിടന്ന ഒരു വലിയ ശകടത്തിൻ്റെ സമീപം കിടത്തിയിട്ട് മറ്റ് അടുക്കള ജോലികളിലെല്ലാം വ്യാപൃതയായി. പെട്ടെന്നാണത് സംഭവിച്ചത്. ശ്രീകൃഷ്ണൻ്റെ രക്ഷയ്ക്ക് നിർത്തിയിരുന്ന കുട്ടികളുടെ കരച്ചിലിനോടൊന്നിച്ച് വൃക്ഷങ്ങൾ പൊട്ടിത്തെറിച്ച് പൊടിയുന്ന ശബ്ദവും കണ്ണൻ കിടന്ന ദിക്കിൽ നിന്ന് കേൾക്കപ്പെട്ടു. ശബ്ദം കേട്ട് ഭയന്ന് വിറച്ച് പരിഭ്രമത്തോടെ ഓടിക്കൂടിയ ഗോപസ്ത്രീകൾ കണ്ടത് 4 പാടും ചിതറിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾക്ക് നടുവിൽ കളിച്ച് രസിച്ച് കിടക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ്. അവിടെ കൂടിയവരും ഗോപന്മാരും എല്ലാവരും കഷ്ടം, കുഞ്ഞിന് എന്തു പറ്റി എന്നന്വേഷിച്ചുകൊണ്ട് ഓടിയെത്തി. അവർ യശോദയുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് സമാശ്വസിച്ചു. ഗോപന്മാരെല്ലാം അത്ഭുതത്തോടെ പരസ്പരം പറയാൻ തുടങ്ങി, ഇതെങ്ങനെ സംഭവിച്ചു? വലിയൊരു വണ്ടി പൊടിയാക്കപ്പെട്ടിരിക്കുന്നു, കാരണമൊന്നും കാണുന്നുമില്ല. പാലു കുടിക്കാനുള്ള ആവേശത്തിൽ ശ്രീകൃഷ്ണൻ്റെ കാലടിയേറ്റ് ശകടം പറന്നുയർന്ന് പൊട്ടിത്തകർന്ന് തല തിരിഞ്ഞു വീണത് ഞാനും കണ്ടു. ഉണ്ണിക്കണ്ണനെ നോക്കാൻ യശോദ ഏൽപ്പിച്ചിരുന്ന ഗോപബാലന്മാർ പറഞ്ഞു. ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചറിയാത്തവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ പൂതനാവധം കണ്ടറിഞ്ഞവരാകട്ടെ ശകടഭഞ്ജനവും സംഭവിക്കാവുന്നതാണ് എന്ന് തന്നെ വിശ്വസിച്ചു. കണ്ണൻ്റെ ഇളം തളിരു പോലെ ചുവന്ന പാദവും ചെന്താമര പോലെ ചുവന്ന കൈകളും കണ്ടിട്ട് ശകടത്തിൽ നിന്നും മുറിവ് പറ്റിയോ എന്ന് ശങ്കിച്ച് സ്നേഹം നിമിത്തം വർദ്ധിച്ച പരിഭ്രമത്താൽ ഗോപവനിതകൾ കണ്ണനുണ്ണിയുടെ ശരീരമാസകലം തഴുകാൻ തുടങ്ങി. ആപത്തൊന്നും വരാതെ ഭഗവത് കൃപ കൊണ്ട് രക്ഷപ്പെട്ട തൻ്റെ പൊന്നോമന മകനെ വാരിയെടുത്ത് മാറോടണച്ചു നന്ദഗോപർ. മറ്റൊരാശ്ചര്യം, പൊട്ടിത്തകർന്ന വണ്ടിയുടെ പൊടി പോലും അവിടെ എങ്ങും കണ്ടില്ല. അതിനാൽ മനസ്സിലാക്കാം, ആ അസുരൻ ശുദ്ധസത്വനായ ജഗദീശ്വരനിൽ ചേർന്നിരിക്കണം, സംശയമില്ല. വേണ്ട പോലെ പൂജിക്കപ്പെട്ട അതിഥികളായ ബ്രാഹ്മണരുടെ ആശീർവാദങ്ങൾ നേടിയ ഭഗവാൻ പൂർവാധികം ഉത്സാഹത്തോടെ എല്ലാവരെയും ആനന്ദിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാൻ തന്നെയും സന്തോഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 42 ശകടാസുരവധം. ശ്ലോകം 1. കഥാപി ജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുര മഹാനസസ്ത്വാം സവിധേ നിധായ സാ മഹാനസാദൗ വവൃതേ വ്രജേശ്വരി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. കഥാപി ദ എന്നുള്ളത് ദയേൽത്തെ ദ എന്നാണ്. ജന്മർക്ഷദിനെ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തവ പ്രഭോ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കഥാപി ഒരിക്കൽ, ജന്മർക്ഷദിനെ തിരുനാൾ ദിവസത്തിൽ, തവ അങ്ങയുടെ, പ്രഭോ സർവസംവിധായക, നിമന്ത്രിത ജ്ഞാതി വധു മഹീസുര. നമ്മൾക്കതിൻ്റെ അർത്ഥം ചേർത്തിട്ട് പറയാം.
നിമന്ത്രിതജ്ഞാതി വധൂ മഹീസുരാ. വധൂജനങ്ങൾ, ബന്ധുക്കൾ, ബ്രാഹ്മണർ എന്നിവരെയെല്ലാം ക്ഷണിച്ചു വരുത്തിയവളായ. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ജ്ഞാതി, ജ ஞ എന്നാണ് ജ്ഞ എന്നുള്ളത്. ജ്ഞാതി. വധു എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മഹാനസ ത്വാം, അത് ചേർത്തിട്ടാണ് മഹാനസസ്ത്വാം. മഹാനസ വലിയ വണ്ടിയുടെ, ത്വാം അങ്ങയെ, സവിധേ അടുക്കൽ, നിധായ കിടത്തിയിട്ട്. സ മഹാനസാദൗ വവൃതേ വ്രജേശ്വരീ. മഹാനസാദൗ അടുക്കള തുടങ്ങിയവയിലെ ജോലികളിൽ, വവൃതേ മുഴുകി, സ വ്രജേശ്വരി ആ വ്രജനായികയായ യശോദ. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ മഹാനസസ്ത്വം, സവിധേ, ഥേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അതേപോലെ നിധായ എന്നുള്ളതിൻ്റെ ഥാനും ഊന്നി പറയാനുള്ളതാണ്. വവൃതേ വ്രജേശ്വരി. വവൃതേ, ഒന്ന് വൃ എന്നാണ്, അടുത്ത വാക്കിൻ്റെ വ്ര എന്നാണ്. അത് ശ്രദ്ധിച്ചോളൂ വ്യത്യാസം. കഥാപി ജന്മർക്ഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതി വധൂ മഹീസുരാ. മഹാനസസ്ത്വാം സവിധേ നിധായ സാ. മഹാനസാദ്വൗ വവൃതേ വ്രജേശ്വരീ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. തതോ ഭവത്രാണനിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ വിമിശ്രമശ്രാവി ഭവത്സമീപത പരിസ്ഫുടദ്ദാരു ചടച്ചടാരവ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. തതോ ഭവത്രാണ നിയുക്ത ബാലക. തത പിന്നീട്, ഭവത് ത്രാണ അങ്ങയുടെ രക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ട, നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ. നമുക്കതിൻ്റെ അർത്ഥം ഒന്നിച്ചു നോക്കാം. ബാലകന്മാരുടെ വല്ലാത്ത ഭയത്തിൽ നിന്നുയർന്ന കരച്ചിലിനോടു കൂടി കലർന്ന്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നിയുക്ത, കാത്ത എന്നാണ്, ക്ന്ന്, അത് ഒട്ടും മൂന്നണ്ട. ബാലക, എപ്പോഴും പറയാറുണ്ടല്ലോ ബാലൻ എന്നുള്ളതിൻ്റെ ബാന്ന്, അതേ വാക്കാണ്. ബാലക. പ്രഭീതി എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. സംക്രന്ദന, എന്ത് എന്നാണ്. സങ്കുലാരവൈ, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. വിമിശ്രം അശ്രാവി. വിമിശ്രം, വിമിശ്രം പലതരത്തിൽ, അശ്രാവി കേൾക്കപ്പെട്ടു. ചേർത്ത് ചൊല്ലുമ്പോൾ വിമിശ്രമശ്രാവി ഭവത് സമീപത, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ഭവത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത് സ, അത് ചേർത്തിട്ടാണ് സ. ഭവത് സമീപത വിസർഗം. അങ്ങയുടെ അടുക്കൽ നിന്ന്. പരിസ്ഫുടത് ദാരു ചടച്ചടാരവ. അത് ചേർത്ത് ചൊല്ലുമ്പോൾ പരിസ്ഫുടദ്ദാരു ചടച്ചടാരവ. അതിൻ്റെ അർത്ഥം ഒന്നിച്ചു നോക്കാം. വളരെ വ്യക്തമായ വൃക്ഷങ്ങളുടെ പൊട്ടിത്തെറിക്കുന്ന ചടാചടാരവം. പരിസ്ഫുടത്, സ്ഫു എന്നുള്ളത് ഫാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഫ, രണ്ടാമത്തെ ഫ എന്നാണ്, ഫ എന്നായി പോരുത്. ദാരു, അത് ചേർത്തിട്ടാണ് പരിസ്ഫുടദ്ദാരു, രണ്ട് ദാന്ന് വരുന്നത്. ചടച്ചടാരവ, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. തതോ ഭവത്രാണ നിയുക്ത ബാലക പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ വിമിശ്രമശ്രാവി ഭവത് സമീപത പരിസ്ഫുടദ്ദാരു ചടച്ചടാരവ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.